അത്ഭുതങ്ങളുടെ മഹാത്ഭുതമായ ഉമ്മാന്റെ ഗർഭാശയത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് അല്ലാഹു മറച്ചു വെച്ചിരിക്കുകയാ. നാലാമത്തെ കാര്യം എന്താണെന്നറിയോ? ഒരു മനുഷ്യൻ നാളെ പരലോകത്തിൽ വിജയിയാണോ അതല്ല പരാജിതനാണോ എന്ന് അല്ലാഹു മറച്ചു വെച്ചിരിക്കുകയാ. അഞ്ചാമതായിട്ട് പറഞ്ഞതെന്തെന്നറിയോ? അവൻ ഏത് ഭൂമിയിലാണ് മരിക്കുന്നത്, എവിടെ വെച്ചാണ് മരിക്കുന്നത്, എപ്പോഴാണ് മരിക്കുന്നതെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല മറച്ചു വെച്ചിരിക്കുന്ന കാര്യമാണെന്ന് പരിശുദ്ധമായ ഖുർആനിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുകയാ. എന്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് മരണം എപ്പോഴും സംഭവിക്കാം, ഏത് രീതിയിലും സംഭവിക്കാം. നമ്മളിപ്പോൾ ഈ വേദിയിൽ ഇരിക്കുന്ന സന്ദർഭത്തിലായിരിക്കാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് ഞങ്ങളുടെ റൂഹിനെ പിടിക്കുന്നത്. നഊദു ബില്ലാഹ്, അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് പരിശുദ്ധമായ സർവസുഖങ്ങളെയും മുറിച്ചു കളയുന്ന, നിന്റെ ഭാര്യയെ മുറിച്ചു കളയുന്ന, നിന്റെ സന്താനങ്ങളെ മുറിച്ചു കളയുന്ന, നിന്റെ കൂട്ടുകാരെ മുറിച്ചു കളയുന്ന, നിന്റെ മറ്റു ഗുരുവര്യന്മാരെ മുറിച്ചു കളയുന്ന, സർവസുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ ഓർക്കുന്നതിന് നിങ്ങൾ അധികരിപ്പിക്കുക എന്ന് ആദരവായ പ്രവാചകൻ അതേ സത്യത്തിനും സമാധാനത്തിനും സഹിഷ്ണുതയ്ക്കും സന്മാർഗത്തിനും സുന്ദരസുരമായ സമൂഹത്തെ സംസ്കരിച്ച് സത്യത്തിന്റെ പാന്താവിലേക്ക് നയിച്ച, അനാഥനായിട്ട് ജനിച്ച, അനാഥനായിട്ട് വളർന്ന, അനാഥത്വമാണ് എന്റെ അഭിമാനമെന്ന് ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിച്ച ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നാം ചെയ്തു കൂട്ടുന്നത്. നാം ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കണം. ഏത് കാര്യം ചെയ്താലും നമുക്ക് മരണം സംഭവിക്കും. അല്ലാതെ ആര് കാണാത്തടുത്ത് ഒളിച്ചാലും ശരി തന്നെ, ആര് വരാത്തടുത്ത് ഒളിച്ചാലും ശരി തന്നെ, അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൃത്യമായിട്ടും ആ മനുഷ്യന്റെ റൂഹ് എവിടെ വെച്ചായിരുന്നാലും പിടിക്കുന്നതാ. അതുകൊണ്ട് എന്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, വീണ്ടും മാതൃവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അൽ കയ്യിസു മൻ ദാന നഫ്സഹു അമില ലിമാ ബഅദൽ മൗത്ത് വൽ ആജിസു മൻ നതബ